സുഹൃത്തുക്കളെ, നമ്മൾ കോഴികൾക്കെല്ലാം വിരയുടെ ശല്യം ഉണ്ടാകാറുണ്ട്. വിരയുടെ ശല്യം നമ്മൾ സാധാരണഗതിയിൽ ആൽബൻഡസോൾ കണ്ടന്റ് ഉപയോഗിച്ചാണ്, അതല്ല അഡ്ബോമർ, അതുപോലെ എൻഡോബാൻ തുടങ്ങിയ മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാറ്റുന്നത്. അത് കൊടുത്തിട്ടാണ് നമ്മൾ ആ വിരയുടെ പ്രോബ്ലം മാറ്റുന്നത്. എന്നാൽ നാടൻ രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന, നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമുക്ക് വിരശല്യം നമുക്ക് ഏറെക്കുറെ പിടിച്ചു നിർത്താൻ കഴിയും. നമുക്ക് മാസത്തിൽ ഒരിക്കൽ കൊടുക്കാവുന്നതും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതുമായിട്ടുള്ള ഒരു സാധനമാണ്. എല്ലാ മാസവും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. ഓക്കെ, ഞാനതൊന്ന് കാണിക്കാം. ഈ പപ്പായ നമ്മൾ പച്ച എടുക്കുക, നല്ല പച്ച. ഇത് ഒരു വട്ടം മാത്രം കഴുകുക, അത് പുറം ഭാഗം മാത്രം കഴുകുക. ഇത് അരിഞ്ഞു കഴിഞ്ഞിട്ട് യാതൊരു വിധമായിട്ട് കഴുകരുത്. ഇത് അരിഞ്ഞെടുക്കണം. ഞാൻ അരിഞ്ഞെടുത്തിട്ട് കാണിക്കാം. ഇത് ചെറിയൊരു പ്രോസസ്സ് വെക്കണം. സാധാരണഗതിയിൽ ചെറിയൊരു പ്രോസസ്സ് നമ്മൾ ചെയ്യണം. സാധാരണഗതിയിൽ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് പപ്പായ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അരിഞ്ഞതിന് ശേഷം യാതൊരു കാരണവശാലും കഴുകരുത്. തൊലിയും കളയരുത്. തൊലിയും അതേപോലെ വേണം, തൊലിയും കളയരുത്. ഇതേപോലെ എടുക്കുക. ഇതിപ്പം എനിക്ക് ഇച്ചിരി കൂടുതൽ കോഴി ഉള്ളത് കൊണ്ട് ഞാൻ എടുത്താണ് ഇത്രയും കൂടുതൽ. നമുക്ക് കോഴി കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ ഒരെണ്ണം മതി. ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുക. നമ്മൾ മെഡിസിൻ ഉണ്ടാക്കുന്ന പാത്രമാണ് കേട്ടോ. ഒരുപാട് മെഡിസിൻസ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങളെ പറഞ്ഞുതരാം. ഞാൻ ലിവർ ടോണിക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, സ്വന്തമായിട്ട് തന്നെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇതിനകത്തേക്ക് മാറ്റാം. ഇതിലേക്ക് മാറ്റുക. ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കരുത്. ഇത് മാത്രം മതി. ഇതോടെ ഇത് വേറെ മറ്റു സാധനങ്ങൾ വെള്ളമല്ലാതെ വേറെ ഒന്നും ചേർക്കരുത്. ഇതിനകത്തിട്ട് ഞാനിപ്പോൾ ഒരു 3 ലിറ്റർ വെള്ളം ഒഴിക്കുകയാണ്. 3 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ഞാനത് 2 ലിറ്ററായിട്ട് പറ്റിച്ചെടുക്കും. അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ച് 2 ലിറ്ററായിട്ട് പറ്റിച്ചെടുക്കും. അത് നന്നായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നന്നായിട്ട് കാണുന്നുണ്ടോ? നന്നായിട്ട് ഇത് പറ്റി. ഏകദേശം 1 ലിറ്ററോളം നന്നായിട്ട് പറ്റിയതിന് ശേഷം ഇനി നമ്മളിത് നന്നായിട്ട് തണുത്തതിന് ശേഷം അരിച്ചെടുത്ത് നമ്മൾ കോഴികൾക്ക് വെള്ളത്തിൽ കൊടുത്താൽ മതി. ഇതൊരു 20 ലിറ്റർ വെള്ളത്തിനകത്ത് മിക്സ് ചെയ്യാം. 20 ലിറ്റർ വെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് കോഴികൾക്ക് കുടിക്കാൻ കൊടുക്കാം. ഇത് രാവിലെ മുതൽ വൈകുന്നത് വരെ കുടിച്ചെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് കൊടുക്കുക. അരിച്ചെടുത്തിട്ട് അതിൻ്റെ ബാലൻസ് ഉള്ളത് വേണമെങ്കിൽ കോഴികൾക്ക് അല്ലാതെ തന്നെ കൊടുക്കാം. അല്ലാതെ കോഴികൾക്ക് ഇട്ട് കൊടുത്താൽ തിന്നോട്ടെ. ഇത് നമ്മൾ വെള്ളത്തിൽ ചേർക്കുമ്പോൾ അരിച്ചെടുത്ത് കൊടുക്കുമ്പോൾ നമ്മൾ നിപ്പിൾ ഡ്രിങ്കറിലൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വരില്ല. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കൊടുക്കാം. ഓക്കെ.